Hi everyone, this is Neethu from PTE Academic. In this video, we are going to learn about one of the easiest and most scoring tasks in PTE, summarize group discussion. If you can understand the structure, you can easily score high marks. So let's break it down step by step. First, we will look at task. So basically, we will talk about a topic in a particular discussion. That is, 2-3 pages a topic in a discussion. Now, we will കേൾക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇവർ തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നതായിരിക്കാം നമ്മൾ കേൾക്കുക. ചിലപ്പോൾ ഇവർ ഒരേ ഒപ്പീനിയൻ ഷെയർ ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണോ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുക. നമുക്ക് കേൾക്കുന്നതിന് മുമ്പ് 20 സെക്കൻഡ് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. അപ്പോൾ ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമുക്ക് 10 മിനിറ്റ്സ് ആണ് എഴുതാനായിട്ടുള്ള ടൈം കിട്ടുക. അപ്പോൾ ഇവിടെയും മാക്സിമം നമ്മൾ ആ 10 മിനിറ്റ്സ് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആൻസർ പ്രോപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഒപ്പീനിയൻസിന് അവിടെ ഒരു പ്രാധാന്യം ഇല്ല. അവരെന്താണോ സംസാരിക്കുന്നത് ആ ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓഡിയോ കേൾക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ ടോപ്പിക്, എന്തിനെ പറ്റിയാണ് അവരോട് സംസാരിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ഒപ്പീനിയൻ, അതായത് ഓരോരുത്തരും എന്തൊക്കെ പോയിന്റിലേക്കാണ് സംസാരിച്ചെത്തിയത്. തേർഡ് വൺ ഇസ് കൺക്ലൂഷൻ, അവസാനം എന്ത് തീരുമാനത്തിലേക്കാണ് അവരെത്തിയത്. നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ടത് എല്ലാ വേർഡ്സും നമ്മൾ കേൾക്കുന്നത് അവിടെ നോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കീവേഡ്സ് എന്താണോ കേട്ടത് അത് മാത്രം നമ്മളവിടെ നോട്ട് ചെയ്യുക. ദാറ്റ് വിൽ ലീഡ് യു ടു ദ ആൻസർ. നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു റിഗാർഡിംഗ് ദാറ്റ്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ യു ക്യാൻ സ്റ്റാർട്ട് ബൈ യൂസിങ് ദ ഡിസ്കഷൻ ഇസ് അബൌട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വിച്ച് വിൽ ബി ബെറ്റർ. ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ യു ക്യാൻ യൂസ് ദ സെന്റൻസ് സം പാർട്ടിസിപ്പൻസ് ബിലീവ് ദാറ്റ് വൈൽ അതേഴ്സ് തിങ്ക് ദാറ്റ്. അപ്പം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഓവറോൾ ഇറ്റ് ഇസ് കൺക്ലൂഡ് ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിരിക്കും and നമുക്ക് നല്ല രീതിയിൽ ഒരു മാർക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും. Now let's look at some tips. So 50 to 70 വേർഡ്സ് മാത്രം നമ്മൾ എഴുതിയാൽ മതി, വിച്ച് മീൻസ് കുറേ അനാവശ്യമായ ഇൻഫർമേഷൻസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രാമർ മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ സിമ്പിൾ സെൻറ്റൻസസിൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഹവെവർ, മോർ ഓവർ, ഓവറോൾ എന്നീ വേർഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് സെയിം ഐഡിയ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി ബോറടിപ്പിക്കാതിരിക്കുക. സോ ഓവറോൾ ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. സോ ഫോർ എക്സാമ്പിൾ, the discussion is about online education. Some participants believe it is flexible and convenient, while others argue that it lacks interaction. Overall, both advantages and disadvantages were highlighted. That's it. Practice this format and you will easily score high. See you in the next video.